Hi guys, welcome to the lecture. Today we will be dealing with Panchayat Raj institutions. So without much delay, let's move on to the topic. Panchayat Raj institution. Before that, we should understand what is decentralization. So we are moving with that. Decentralization. The existence of an efficient system of local government at a grassroots level is very essential for the success of a democracy. ഒരു ജനാധിപത്യ ഭരണത്തിൻ്റെ വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് താഴെ ഉള്ള താഴെ തൊട്ട് മുകളിൽ വരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ. സോ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. സോ ഗ്രാസ് റൂട്ട് ഡെമോക്രസി based on small units of government enables people to feel the sense of responsibility and also to imbibe the values of democracy. സോ ഇങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഡെമോക്രസീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഉപകാരം? ജനങ്ങൾക്ക് അവരുടെ ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റി പോലും മനസ്സിലാക്കുവാനും അതേപോലെ ഡെമോക്രസിയുടെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. ഇത് ജനങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, ലോക്കൽ റിസോഴ്സസ് അനുഭവിക്കുവാനായിട്ട്, അതേപോലെ തന്നെ അവരുടെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ലോക്കൽ എഫേർട്സ് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം നടത്തുവാനായിട്ടുള്ള ഒരു ഹെൽപ്പാണ് അവർക്ക് നൽകുന്നത്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പോലെയുള്ള പ്ലൂറൽ സൊസൈറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡ് തന്നെയാണ്. സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള റൂറൽ ലോക്കൽ ബോഡീസിനെയാണ് നമ്മൾ പഞ്ചായത്ത് രാജ് എന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. എന്തിനാണ്? സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള റൂറൽ ലോക്കൽ ബോഡീസിന്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ അത്യാവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ലിബറൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു സോളിഡ് ഫൗണ്ടേഷനായിട്ട് തന്നെ നിൽക്കുകയാണ് എന്നാണ് ഡീസെൻട്രലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ലെവൽസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗവേൺ ചെയ്യുന്നു. അതിൽ ലോക്കൽ ഗവൺമെൻറ് തൊട്ട് എല്ലാ തട്ടുകളിലോട്ടേക്കും ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്, അതിന് മുകളിലുള്ള ഗവൺമെൻറ്റ്സ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റ്സിന്. ഓരോരുത്തും ഡീസെൻട്രലൈസ്ഡ് ആണ്, ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള പവേഴ്സ് ഉണ്ടായിരിക്കും. ലോക്കൽ ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും താഴെ കിടക്കുന്നതാണ്. ഈവൻ ദോ അത് അത്രയും താഴെയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ലോക്കൽ എഫേർട്സ് ഉണ്ടായിരിക്കും, ഓർഗനൈസിങ് ഉണ്ടായിരിക്കും, സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെ സഹായിക്കുന്നുണ്ടായിരിക്കും, അവർക്കും ഫണ്ട്സും എയ്ഡ്സും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ലോക്കൽ ഗവേണിംഗ്. ഓക്കെ, അങ്ങനെ അതാണ് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്. ദെൻ വി ആർ മൂവിങ് ഓൺ. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ എവല്യൂഷനും ഗ്രോത്തുമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അന്ന് തൊട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാനും ഗ്രാമീണരായിട്ടുള്ള ജനങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ നേഷൻ ബിൽഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ആ മൊമെൻറ്റ് തൊട്ട് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 40 അനുസരിച്ച്, DPSPയിലാണ് ആർട്ടിക്കിൾ 40 വരുന്ന. ആ ആർട്ടിക്കിൾ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് വില്ലേജ് പഞ്ചായത്ത് ഒരു സെൽഫ് ഗവേണിംഗ് യൂണിറ്റ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് വാസ് ഇൻ പെർഷുറൻസ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൺട്രിയിൽ ഒക്ടോബർ 2, 1952 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൺട്രി സൈഡിൽ ഒരുപാട് അൺഎക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് കൊണ്ടുവരിക, മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻകൾക്കേറ്റ് എ സ്പിരിറ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് എമോങ് ദ റൂറൽ ബോഡീസ്. അതായത് റൂറൽ ബീങ്സിൻ്റെ ഇടയ്ക്ക് അവരുടെ ഇടയ്ക്ക് തന്നെ ഒരു സെൽഫ് ഹെൽപ്പ്, അവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു മാർഗ്ഗമായിട്ടൊക്കെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം സഹായിക്കും. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് CD അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാം ഒക്ടോബർ 2, 1952 എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റൽ വർക്ക്, അതുപോലെ തന്നെ വില്ലേജേഴ്സിന് അവരുടെ എമിനിറ്റീസ്, അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലേബറിന് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഓഫ് ലേബേഴ്സ്,
ഇതിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച്, കോപ്പറേഷൻ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഒക്ടോബർ 2 1953 വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ആൻഡ് ഇറ്റ് വാസ് ബീൻ ഡിസൈൻഡ് ഇൻ സച്ച് എ മാനർ ടു സെക്യൂർ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് റൂറൽ പീപ്പിൾ. ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളെ ഗ്രാമീണ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂറൽ ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു കോൺസെപ്റ്റിലാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഒക്ടോബർ 2 1953 വരുന്നത്. ആൻഡ് ഈ പ്രോഗ്രാംസ് അവർ വിചാരിച്ച അത്ര സക്സസ് ആയില്ല. ദെൻ അതിനുശേഷം ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി വരെയാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി. ആൻഡ് ഇത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് റൂറൽ ബോഡീസിൻ്റെ വർക്കിങ്ങിന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കുന്നതിനാണ്. ആൻഡ് ഈ ഒരു കമ്മിറ്റി ഒക്ടോബർ 1957 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് സജസ്റ്റ് ചെയ്ത് ഓർഗനൈസേഷനിൽ, അതായത് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഓർഗനൈസ്ഡ് ആകണം എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സജഷൻ ഇവർ കൊടുക്കുകയാണ് ചെയ്തത്. ആര്? ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി ഒക്ടോബർ 1957 കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടു ആക്ട് ബോത്ത് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആസ് വെൽ ആസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ. ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദ ക്രിയേഷൻ ഓഫ് 3-tier സിസ്റ്റം. പഞ്ചായത്ത് രാജിൽ തന്നെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ 3-tier ആക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എങ്ങനെ? വില്ലേജ് ലെവലിൽ ഒന്ന്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ പഞ്ചായത്ത്. സോ എന്താണ്? വില്ലേജ് ലെവലിലും ഉണ്ടായിരിക്കും, ബ്ലോക്ക് ലെവലിലും ഉണ്ടായിരിക്കും, അതേപോലെ ഡിസ്ട്രിക്ട് ലെവലിലും ഉണ്ടായിരിക്കും. വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് ലെവലിൽ വരും. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ ജില്ലാ പരിഷത്തും വരും. ഇതെന്തിനാണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ 3 കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് മച്ച്. സോ ആദ്യം CD ആയിരുന്നു, അതിൽ നിന്ന് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വന്നു. അത് അത്ര സക്സസ് ആയില്ല. അതിനുശേഷം ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി 1957 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ബേസ് ചെയ്തിട്ടാണ് ഈ റെക്കമെൻഡേഷൻസ് പറയുന്നത്. ദെൻ the major recommendations of the Mehta committee were there should be 3-tier system of local government. അതായത് 3-tier സിസ്റ്റം ഓഫ് ലോക്കൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. വില്ലേജ് തൊട്ട് ഡിസ്ട്രിക്റ്റ് വരെ എല്ലായിടത്തും 3-tier സിസ്റ്റം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ പവറും റെസ്പോൺസിബിലിറ്റിയും ഈ ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ ബോഡീസിനും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം നൽകണം. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് ഫോമുലേറ്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? അത് വളരെയധികം പ്ലാൻഡ് ആയിരിക്കണം. ആൻഡ് അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചാനലൈസ്ഡ് ആയിട്ട് നടത്തുകയും വേണമെന്ന് ഇവർ പറഞ്ഞു. അതേപോലെ തന്നെ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഹോൾ സിസ്റ്റം should facilitate devolution and dispersal of power, responsibilities and resources in future. ഈ ഒരു കോൺസെപ്റ്റ്, ഈ 5 റെക്കമെൻഡേഷൻസ് ആണ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. The recommendations of ബൽവന്ത് റായ് മെഹ്ത committee has been accepted by National Development Council in 1958. 1958 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് കോൾഡ് അപ്പോൺ ദ സ്റ്റേറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് ദീസ് റെക്കമെൻഡേഷൻസ്. ഈ റെക്കമെൻഡേഷൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്തു. ആൻഡ് ഓൺ ഒക്ടോബർ 2 1959 രാജസ്ഥാൻ കെയിം ടു ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് പഞ്ചായത്ത് രാജ്. അതായത് പിന്നീട് ഒക്ടോബർ 2 1959 രാജസ്ഥാനാണ് ആദ്യ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിനുശേഷം മറ്റ് സ്റ്റേറ്റ്സും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ റൂറൽ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, സോ ഇത്രയുമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കമ്മിറ്റീസ് വന്നു. CDM വന്നു, അതിനുശേഷം നാഷണൽ എക്സ്റ്റൻഷൻ സർവീസസ് വന്നു, അതിനുശേഷം ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി വന്നു. അതുവഴി റെക്കമെൻഡേഷൻസ് ആണ് വന്നത്. ആ റെക്കമെൻഡേഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ രാജസ്ഥാൻ ഫസ്റ്റ് സ്റ്റേറ്റ് ഡെവലപ്പായി. ഫസ്റ്റ് സ്റ്റേറ്റിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പായി. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. Then organizational structure of Panchayat Raj institutions as per 1968.
പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ 3-tier സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഫോർ സെൽഫ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. സെൽഫ് ഗവേണിംഗ് പ്രോസസ്സാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് വില്ലേജ് ലെവലിൽ ഒരു ഡയറക്റ്റ്ലി എലക്റ്റഡ് ബോഡിയാണ്. ആൻഡ് അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഫോർ ദ ലോക്കൽ നീഡ്സ്, അതേപോലെ സിവിക് അമ്യൂണിറ്റീസ്, ആ പഞ്ചായത്ത് ഏരിയയിൽ ഉണ്ടാകുന്ന ലോക്കൽ നീഡ്സ്, അതേപോലെ തന്നെ സിവിക് കമ്മ്യൂണിറ്റീസും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ആണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വില്ലേജിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഡയറക്റ്റ്ലി എലക്റ്റഡ് ആയിരിക്കും. ഇനി പഞ്ചായത്ത് സമിതി വരുന്നത് എവിടെയാണ്? ബ്ലോക്ക് ലെവലിലാണ്. അവർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് പഞ്ചായത്ത് സമിതി യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ പിന്നെ വരുന്നതാണ് സിലാ പരിഷത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഡിസ്ട്രിക്ട് ലെവലിലാണ് നടത്തുന്നത്. അതിനൊരു കോർഡിനേറ്റിംഗ് റോളായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ദ സ്റ്റേറ്റ്സ് വെയർ ഗീവൻ സം ഫ്രീഡം ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ്. ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിന് കുറച്ച് പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റും കുറച്ച് ലോസ് എനാക്ട് ചെയ്തിട്ടുണ്ട് ആസ് പെർ ദ സജഷൻസ് ഓഫ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി. ദെൻ ബൈ 1968 ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും എല്ലാ സ്റ്റേറ്റ്സും ഇന്ത്യൻ യൂണിയനിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈവൻ ദോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആയെങ്കിലും കുറച്ച് ഒബ്ജക്റ്റീവ്സ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് റിയലി ഫെയിൽ ചെയ്തു. ഒരു റൂറൽ ഇന്ത്യയിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നതിന് അത് വളരെയധികം ഫെയിൽ ചെയ്തു. ഇപ്പം ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പകുതി മാത്രം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ ഇൻ ലിമിറ്റഡ് ഏരിയാസ്. ഓക്കെ. ദെൻ മറ്റു കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെയിൽ ആവാനുള്ളത്. ഇപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷണൽ വീക്ക്നെസ്, അതേപോലെ സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലിട്രസി ആൻഡ് ഇഗ്നോറൻസ്, അൺഹെൽത്തി പാർട്ടീഷ്യൻ പൊളിറ്റിക്സ്, ഗ്രൂപ്പിസം, എക്സസീവ് ഗവൺമെൻറ്റൽ ഇൻ്റർഫറൻസ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ്, ഇതെല്ലാം മേജർ ഹിൻഡ്രൻസസ് ആയിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് വളരെയധികം ഒരു ഹിൻഡ്രൻസ് ആയിട്ട് നിന്ന കാര്യങ്ങൾ ആണ്. ഓക്കെ. സോ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നമ്മൾ പറഞ്ഞു വില്ലേജ് പഞ്ചായത്തിൻ്റെ കാര്യം, അവരെന്താ ചെയ്യുന്നത്, ബ്ലോക്ക്, അതേപോലെ തന്നെ ജില്ലാ പരിഷത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ അത് ഫെയിൽ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 ആണ്. ഓക്കെ. ഇതാണ് 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. ഈ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ്റെ ഹിസ്റ്ററിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് രാജിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഈ ആക്ട് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു 3 ടയർ സിസ്റ്റം വേണം. അറ്റ് ദ സെയിം ടൈം അവരുടെ കോമ്പോസിഷൻസ്, അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന മെമ്പേഴ്സിൻ്റെ എണ്ണം അവർ അമെൻഡ് ചെയ്തു. അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ പവേഴ്സും ഒക്കെ അവർ ചേഞ്ച് ചെയ്തു. 3 ടയർ സിസ്റ്റം വേണം തന്നെ ഈ 73rd അമെൻമെൻറ്റ് ആക്റ്റും പറഞ്ഞു. ഇനി ഓൺ April 23rd 1994 ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും കംപ്ലീറ്റ് ചെയ്തു എന്ത് ഫ്രഷ് ലെജിസ്ലേഷൻസ് ഫോർ സ്ട്രെങ്തനിങ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 73rd അമെൻമെൻറ്റ് ആക്ട് വഴി പ്രസ്താവിച്ചിരുന്ന ലെജിസ്ലേഷൻസ് എല്ലാം ഓൺ April 23rd 1994 എല്ലാ സ്റ്റേറ്റ്സും ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 73rd അമെൻമെൻറ്റ് ആക്ട് 1992 ഹാസ് ആഡഡ് ന്യൂ പാർട്ട് 9 കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 16 ആർട്ടിക്കിൾസ് ആൻഡ് 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 എന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ട് 9 വന്നിരിക്കുന്നത്. അതിന് 16 ആർട്ടിക്കിൾസ് ഉണ്ട്. ആൻഡ് ഇത് 11th ഷെഡ്യൂളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആർട്ടിക്കിൾ 243, 243A അപ് ടു 243(0). ഇത്രയുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് 73rd അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ റൂറൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. സോ ഇത് വന്നതോടുകൂടി ഫ്രഷ് ലെജിസ്ലേഷൻസ് പാസ്സായി. എന്തിനു വേണ്ടിയിട്ട്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കോമ്പോസിഷൻസിലും പവേഴ്സിലും ഫങ്ഷൻസിലും മാറ്റം വരികയാണ് ചെയ്തത്. ആൻഡ് ഇത് പാർട്ട് 9 ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടേക്ക് വരികയും അതിന് 16 ആർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് 11th ഷെഡ്യൂൾ. ഓക്കെ. ദെൻ മൂവിങ് ഓൺ. Powers, authority and responsibilities of panchayats. Then അത് 11th ഷെഡ്യൂളിലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു.
Agriculture including agricultural extension, land improvement, land reforms, land consolidation, soil conservation, മൈനർ ഇറിഗേഷൻ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, ഡ്രിങ്കിങ് വാട്ടർ, ഖാദി, വില്ലേജ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ, എഡ്യൂക്കേഷൻ, അഡൽട്ട് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, ലൈബ്രറീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, മാർക്കറ്റ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ. വുമൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, വെൽഫെയർ സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്യൂവൽ, റോഡ് ആക്ടിവിറ്റീസ്, ഇലക്ട്രിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അങ്ങനെ എനർജി സോഴ്സസ് ഒക്കെ മീറ്റ് ചെയ്യുക. അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ഒരു പഞ്ചായത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയായി, അവരുടെ കീഴിലായി, അവരുടെ പവറായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ സാലിൻ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കും. സോ അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ്.